ഒച്ച കുറച്ച നമ്മൾ പിന്നെ എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ ബ്രൈറ്റ്നസ് ഇതിൽ കുറച്ച ആരാണ് അവരാണ് എൻ്റെ മക്കൾ. ഒച്ച ഇത്തിരി കൂടി വെക്കായിരുന്നു അല്ലേ? ഇതിനകത്തും ഉണ്ടോ ആ സീൻ? മറ്റേ 5000 ആൾക്കാരെ നിർത്തിയിട്ടുള്ള സീൻ. നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശരിയാ. ഫസ്റ്റിൽ ഇത്തിരി കൂടി പ്രായം കുറവ് തോന്നിക്കും. കേരളത്തിലെ പക്ഷെ ഇതിനകത്ത് ഗേൾഫ്രണ്ടിനെ കഴിക്കില്ല. കല്യാണം ഉണ്ടാവും ചിലപ്പോൾ വിൽക്കുന്നുണ്ടോ ഇതിനാണ്. ഇത് സെറ്റ് ഇട്ടാക്കണം. വീട് കണ്ടാ മനസ്സിലാവും. പക്ഷെ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. ഇത് നോർത്തിലെ സീൻസ് ആണ് തോന്നുന്നത്. ഇവിടെ പൃഥ്വിരാജിന്റെ ചെറുപ്പം കാണിക്കാനായിട്ടുള്ളത്. വണ്ടി ഇതായിരിക്കും നോർത്തിലെ വില്ല. പടത്തിന്റെ ആദ്യത്തെ 30 മിനിറ്റ് ഹിന്ദിയാടാ. അറിഞ്ഞിരുന്ന പടത്തിന്റെ ആദ്യത്തെ 30 മിനിറ്റ് ഹിന്ദിയാ. ദൈവത്തിനൊക്കെയാ. ടർക്കി, ലണ്ടൻ, ഫ്രാൻസ്, യമൻ, ചൈന. അമ്മേ കാശ് വാരി എറിഞ്ഞേക്ക. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ അതെ, ക്ലാരിറ്റി ഉണ്ടോ? അമ്മേ തമോഗോളങ്ങളുടെ എമ്പുരാൻ. ഓമ്പോ കറുത്ത കടയിൽ വൈറ്റ് സാഗരം എന്തെങ്കിലും പറയണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മണിക്കുട്ടൻ, ടോവിനോ, മഞ്ജു വാര്യർ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ആ തോക്ക് ഫസ്റ്റിലെ ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. Zaid Masood. We have to end this war. അതാരാ? So Stephen, come back. Save your land. ഓ കയ്യും കൂടി ഉണ്ടായി പൊളിച്ച് വാടാ. ഓ നമുക്ക് കട്ട സൗണ്ട് കൊണ്ടിരിക്കണത് ഒന്നും പറയണേ. ഏഞ്ചൽസ് ഉണ്ട്. ഓ ഇതാണ് മറ്റേ ഇതിലുണ്ടായിരുന്നു ഐമാക്സിന്റെ ഇതിന് വേണ്ടി പോയത്. ഓ അത് ഇതെങ്ങനെയുണ്ട് ആ ഒരു സാധനം? But answer this one question. സെറ്റപ്പ് ആണോന്നാ? ലൂസിഫർ. ഓ അമ്പോ ഒരു പടം കണ്ട ഫീലായല്ലേ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ സീൻ. എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ലല്ലോ, എനിക്ക് കിട്ടി. ആടാ എടാ ഇവിടെ ടിക്കറ്റ് ഓപ്പണായി. ആ എന്റെ കൂട്ടുകാരനെ കൂടി ഇടിപ്പിച്ചു 67 സ്ലോട്ട്. എന്നാലും പോസേ എന്താ തോന്നുന്നത് സാഗറെ? അടിപൊളി. അയ്യ ഒറ്റ വാക്ക് പറയല്ലേ, വിശദീകരിച്ചു പറയടാ. സത്യം പറഞ്ഞാൽ ഈ തെണ്ടീനെ എങ്ങനെ തല്ലി കൊന്നിട്ട് പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കാണാൻ പോകണമെന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എനിക്ക് മാത്രമേ കാണാൻ പറ്റൂ. നിന്നെ തല്ലി കൊന്നിട്ട് അല്ലടാ, ഞാനൊരു കൂട്ടുകാരനെ കൊണ്ട് അവൻ എല്ലാ പടം പോയി കാണും. ഇറങ്ങുമ്പോൾ തന്നെ ഇന്ത്യൻ മൂവീസ് ഒക്കെ പോയി കാണും. ഒരു PhD ഒരു ചേട്ടനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു പയ്യനുണ്ട്. അപ്പൊ പുള്ളി ടിക്കറ്റ് എടുത്തു, എല്ലാ പടവും പോയി കാണണ്ട. ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇറങ്ങുമ്പോൾ തന്നെ ടിക്കറ്റ് ഓപ്പൺ ആവും അപ്പം തന്നെ ഏറ്റവും പ്രൈം സ്പോട്ടിൽ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. പുള്ളി ഈ ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ആയി അപ്പം തന്നെ ബുക്ക് ചെയ്തു 3 എണ്ണം. ഒരാളെ കൊണ്ട് എങ്ങനെയാണ് 10-20 ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യിപ്പിക്കുക? എനിക്ക് ഈ ടിക്കറ്റ് ഇല്ല, കഴിഞ്ഞു. എടാ ഞാൻ അന്ന് നോക്കിയപ്പോൾ കഴിഞ്ഞു. പിറ്റേ ദിവസം ടിക്കറ്റ് കഴിഞ്ഞു. 1500 രൂപ. തല്ലി കൊന്നാലും കൊണ്ട് എനിക്ക് എക്സൈറ്റ്മെന്റ് കയറിയിട്ട്
ഓരോ അപ്ഡേറ്റ് ഇങ്ങനെ കണ്ടിരുന്ന എന്നാലും കുഴപ്പമില്ല. ഞാൻ നിന്നെ പടം കണ്ട് ഇറങ്ങി പിറ്റ് എടാ എന്താടാ പടം കണ്ടിറങ്ങി നീ അപ്പൊ ആ തന്നെ സിനിമ കാണാൻ പോകുന്നത് മിക്കവാറും ഫസ്റ്റ് ദിവസം കളക്ഷൻ ചിലപ്പോൾ ഗോവിന്ദ ഉണ്ടാവും. എടാ ഓൾറെഡി ഇപ്പൊ ആ സിനിമയിലെ ടിക്കറ്റ് എടുക്കുന്ന പൈസ തന്നെ ചിലപ്പോൾ കത്തിപ്പോവും. എനിക്ക് ആരും എടുത്തിട്ടില്ല. അതാണ് നെറ്റ്ഫ്ലിക്സിലാണെങ്കിൽ ആർക്കും പേടിക്കണ്ട. കൊടുത്തിട്ടില്ല. പടം മോശമായാലും നല്ലതായാലും നിന്റെ കൂടെ നിന്നുകൊണ്ടോളാം. നീ ഇങ്ങോട്ട് വന്ന് വരണം എന്ന് ആരും നിന്നെ പറയുന്നില്ലല്ലോ. എന്താടാ തിയേറ്റർ പോയി ഞാൻ എന്തായാലും കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വേണ്ട സോറി മറന്നുപോയി. അല്ല കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കണ്ടു ഞാൻ നിങ്ങൾക്ക് കഥ പറഞ്ഞുതരാം. നീ പറയൂ.